ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. നാം സ്ഥിരമായി കേൾക്കുന്ന ഒരു പാഷാണ്ഡതയുണ്ട്. ഒരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റുമായിരുന്നോ? ഒരു വാക്കുകൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റുമായിരുന്നോ? പലരും പറ്റുമായിരുന്നു എന്നാണ് പറയണേ. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം, അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല? തൻ്റെ ഏകമകനെ കൊലയ്ക്ക് കൊടുക്കാൻ തക്ക വിധം ദൈവം അത്ര ക്രൂരനായിരുന്നോ? ഒരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ കർത്താവിന് പറ്റുമായിരുന്നില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ഈ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തിടണം. കാരണം കാലങ്ങളായി നമ്മളൊരു പാഷാണ്ഡത, വേദവിപരീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ഒരു വാക്കുകൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന്. പറ്റുമായിരുന്നില്ല. പറ്റുമായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്തേനെ. ഒന്നാമതായി, ദൈവം മനുഷ്യൻ്റെ കാര്യത്തിൽ സർവശക്തനല്ല. ദൈവം മനുഷ്യൻ്റെ കാര്യത്തിൽ സർവശക്തനല്ല. മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ, സ്വാതന്ത്ര്യമാണ് മനുഷ്യനാക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ സർവശക്തി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി കൂട്ടുപിണഞ്ഞ കിടക്കുകയാണ്. ജീസഫ് നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയം 3 വാല്യങ്ങളുള്ള ആ പുസ്തകത്തിൽ 3-ാമത്തെ വാല്യത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറയുകയാണ്, ഗോഡ്സ് ഓൾമൈറ്റി പവർ ഈസ് ടൈഡ് വിത്ത് ഹ്യൂമൻ ഫ്രീഡം. ദൈവത്തിൻ്റെ സർവശക്തി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി ഇങ്ങനെ കെട്ടിപ്പെട്ട് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അനുവാദമില്ലാതെ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല. അഗസ്തീനോസ് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കും, എന്നിട്ട് അതിന് വിരുദ്ധമായിട്ട് പറയും ചെയ്യും. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഇത് അഗസ്തീനോസ് പറഞ്ഞിട്ടുള്ളതാ. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മളോട് കൺസൾട്ട് ചെയ്തോ? ദൈവം ചർച്ച ചെയ്തോ? ഇല്ല. പക്ഷേ നമ്മളോട് ചർച്ച ചെയ്യാതെ, നമ്മുടെ അനുവാദമില്ലാതെ, നമ്മുടെ സമ്മതമില്ലാതെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല. 2 മഹാപ്രതിഭകളാണ് ഇവർ രണ്ടുപേരും, ബെനഡിക്ട് 16 ആഗസ്തീനോസും. തീർന്നില്ല. ദൈവത്തിന് ഒരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ സമ്മതമില്ലാതെ നമ്മെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു യൂദാസ് ഉണ്ടാകുമായിരുന്നോ? ഒരു ഹിറ്റ്ലർ ഉണ്ടാകുമായിരുന്നോ? ഒരു ബിൻ ലാദൻ ഉണ്ടാകുമായിരുന്നോ? ഒരു സദാം ഹുസൈൻ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്, മനുഷ്യൻ്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. ദൈവത്തിൻ്റെ സർവശക്തി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി കൂട്ടിക്കെട്ടപ്പെട്ട് കിടക്കുകയാണ്. രണ്ടാമതായി, ദൈവം നീതിമാനാണ്. നീതിയുടെ പ്രശ്നമുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ടൊരു ഉദാഹരണം പറയാം. കായേൻ ആബേലിനെ കൊന്നു. ചരിത്രത്തിലെ ആദ്യത്തെ സഹോദരന്മാരാണ്, രക്തബന്ധുക്കൾ. അതായത് സഹോദരനെ കൊന്നു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു, ഏത് സ്നേഹവും ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വഷളായി പോവുകയും വിഷമായി മാറുകയും ചെയ്യും. ദമ്പതികൾ തമ്മിൽ സ്നേഹം ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഈ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളുടെ സ്നേഹവും, മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹവും, മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും ദൈവസ്നേഹത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വഷളായി പോകും. നമ്മളതിൻ്റെ ഇരകളാണ്. സ്നേഹിതന്മാർ തമ്മിൽ സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിഷമായിട്ട് മാറും. സഹോദരിമാർ തമ്മിൽ സ്നേഹം ദൈവസ്നേഹത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വഷളാവുകയും വിഷമായി മാറുകയും ചെയ്യും. നമ്മളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. ഇത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കായേൻ്റെ സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ട് കായേൻ ആബേലിനെ കൊന്നു. സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ്, ആ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവനൊരു ദുഃഖം തോന്നുന്നതും അവൻ കരുണയ്ക്ക് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്നതും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവം കായേനോട് ക്ഷമിക്കണമെന്നാണ് ഉത്തരം. ദൈവം കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, കായേനോട് ക്ഷമിക്കണം. പക്ഷെ ദൈവം കായേനോട് ദൈവത്തിൻ്റെ ഒരു പ്രശ്നമാണ് അവതരിപ്പിച്ചത്. നിന്റെ സഹോദരൻ്റെ രക്തം നീതിക്ക് വേണ്ടി എന്നോട് നിലവിളിക്കുന്നു. ആബേല് നീതിക്ക് വേണ്ടി എന്നോട് നിലവിളിക്കുന്നു.
ആബേലിൻ്റെ രക്തം എന്ന് വെച്ചാൽ ആബേലിൻ്റെ ജീവൻ. എന്താണ് നീതി എന്ന് പറഞ്ഞാൽ? കുറ്റക്കാരനെ ശിക്ഷിക്കണം. നമ്മൾ പറയില്ലേ, ഇരയ്ക്ക് നീതി കിട്ടി എന്നൊക്കെ പറയില്ലേ? ഇവിടെ ഇരയാക്കപ്പെട്ടവനാണ് ആബേലിന് നീതി കിട്ടണമെങ്കിൽ കുറ്റക്കാരനായ കായേനെ ശിക്ഷിക്കണം. കുറ്റത്തിൻ്റെ ഈ ശിക്ഷയുടെ അളവ് എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിൻ്റെ തോതനുസരിച്ചാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൊലപാതകത്തിന് വധശിക്ഷ. ഇപ്പോഴും പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ചില രാജ്യങ്ങൾ അത് റദ്ദ് ചെയ്തിട്ടുണ്ട് വധശിക്ഷ. എങ്കിലും ഇല്ലേ, കണ്ണിന് പകരം കുറ്റകൃത്യത്തിന് തോതനുസരിച്ചാണ് ശിക്ഷ. ഇവിടെ ആബേൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആബേലിൻ്റെ രക്തം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതായത് കായേന് വധശിക്ഷ കൊടുക്കണമെന്നാണ് ആബേൽ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആബേലിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണോ കേൾക്കണ്ടേ? കേൾക്കണം. ആബേൽ വിശുദ്ധ ജീവിതം നയിച്ചിരുന്നവനാ. അതിൽ അസൂയ കൊണ്ടിട്ടാണ് കായേൻ അവനെ കൊന്നത്. നീതിമാനായ ഒരു മനുഷ്യനാണ് ആബേൽ, ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചവൻ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണ്ടേ? ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രശ്നം. എന്താണ് ദൈവത്തിൻ്റെ പ്രശ്നം? ആബേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടാൽ, എന്നിട്ട് അവന് നീതി നടത്തി കൊടുത്താൽ കായേനെ ശിക്ഷിക്കലാകും, കായനോട് പൊറുക്കാൻ കഴിയില്ല. കായേനെ പ്രാർത്ഥന ദൈവം കേട്ടാൽ, അവനോട് ക്ഷമിച്ചാൽ അത് ആബേലിനോടുള്ള അനീതിയാകും. ഈ ഒരു പ്രശ്നമാണ് ദൈവം കായേനയുടെ മുമ്പിൽ പറഞ്ഞത്. നിന്റെ സഹോദരൻ ആബേലിൻ്റെ രക്തം നീതിക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കണ്ടേ? ഇനി പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണ് എന്ന് പറയാൻ ഞാനൊരു വേറൊരു കാര്യം കൂടി പറയാം. ജോൺ 23 മാർപ്പാപ്പ പറയാണ്, നമ്മളെല്ലാവരും കായേൻ്റെ അടയാളം ചുമക്കുന്നവരാണ്. കായേന് നെറ്റിത്തടത്തിൽ ഒരു അടയാളമുണ്ടായിരുന്നു. ആ അടയാളത്തിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, എല്ലാവരും പാപികളാണ്. റോമാലേഖനം 3:23. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് ഒരു മനുഷ്യനും യോഗ്യതയില്ല. എല്ലാ മനുഷ്യരും പാപികളാണ്. എല്ലാ മനുഷ്യരും പാപികളാണ്. ഇതാണ് കായേൻ്റെ അടയാളത്തിന് 1ാമത്തെ അർത്ഥം. പക്ഷെ എല്ലാ മനുഷ്യരും കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് 2ാമത്തെ അർത്ഥം. അപ്പോൾ നമ്മളെല്ലാവരും പാപമോചനം ആഗ്രഹിക്കുന്നു, കാരുണ്യം ആഗ്രഹിക്കുന്നു, പാപത്തിന് ശിക്ഷ വേണ്ട, ശിക്ഷിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ കരുണയായിരിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്രമത്തിൻ്റെ ഇരകൾ നമ്മെ ശിക്ഷിക്കണമെന്ന്, അങ്ങനെ അവർക്ക് നീതി നടത്തി കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ ആവർത്തിക്കുക. നമ്മൾ എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് കൃപയായിരിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ അക്രമത്തിൻ്റെ ഇരകൾ, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ കൊലപാതകികളാണ്, കായന്മാരാണ്. അപ്പോൾ നമ്മുടെ അക്രമത്തിൻ്റെ ഇരകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മെ ശിക്ഷിക്കണമെന്നാണ്. അപ്പോൾ ദൈവത്തിന് മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ അക്രമത്തിൻ്റെ ഇരകളോട് അനീതി ചെയ്യാതെ അക്രമികളായ നമ്മളോട് ദൈവത്തിന് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? ഞാൻ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മുടെ അക്രമത്തിൻ്റെ ഇരകളോട് അനീതി ചെയ്യാതെ അക്രമികളായ നമ്മളോട് ക്ഷമിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? നമ്മുടെ ഇരകൾക്ക് നീതി നടത്തിക്കൊടുത്തുകൊണ്ട് തന്നെ കുറ്റക്കാരായ നമ്മോട് ക്ഷമിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? ഇതൊരു ദൈവം അവതരിപ്പിച്ച ഒരു പ്രശ്നമാണ്. ഇത് മാണിപ്പറമ്പിലച്ചൻ അവതരിപ്പിക്കുന്ന പ്രശ്നമല്ല. ബൈബിളിൻ്റെ ആദ്യ താളുകളിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇതിന് ഒരൊറ്റ ഉത്തരമേ ദൈവം കണ്ടുള്ളൂ, ഒറ്റ സൊല്യൂഷൻ, പ്രശ്നപരിഹാരമേ ദൈവം കണ്ടുള്ളൂ. അത് ഹെബ്രായ ലേഖനം 9:22 എഴുതിയിട്ടുണ്ട്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. രക്തം എന്ന് പറഞ്ഞ ജീവൻ. പകരം ഒരു ജീവൻ കൊടുക്കാതെ നമ്മെ ശിക്ഷിക്കാതിരിക്കാൻ, ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയില്ല. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നീ മരിക്കുമെന്നാണ് ദൈവം ആദിമാതാപിതാക്കളോട് പറഞ്ഞത്. വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നീ മരിക്കും. ആ മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടലാണ്, ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടലാണ്. അത് ശാരീരികമായ മരണത്തെക്കാൾ ഭീകരമാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ പറയാണ് ഇവിടെ വീട്ടിൽ കയറണ്ട. ഭാര്യ ഇല്ലേ ഭർത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ നീ കയറണ്ട എന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറക്കി വിടുക എന്ന് വിചാരിക്കുക. എത്രയോ പേരപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. ശാരീരികമായ മരണമാണ് ഇതിനേക്കാൾ ഭേദമെന്ന് ആളുകൾ കരുതുകയാണ്. അല്ലെ, അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ കാണുന്ന അടുത്ത കാലത്ത് കാണുന്ന ആത്മഹത്യകൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. കാരണം
ഈ ഒറ്റപ്പെടുത്തപ്പെടല്, സന്നിധിയിൽ നിന്നുള്ള ഈ പുറത്താക്കപ്പെടല് അത് അതിഭീകരമാണ്. ശാരീരികമായ മരണത്തിൽ ഭീകരമാണ്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് എന്താ പറഞ്ഞത്? ഇല്ലേ, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടലാണ് മരണം, അവനിലേക്ക് തിരിച്ചു വരവാണ് ജീവൻ. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ മരണശിക്ഷയ്ക്ക് അർഹരാണ്. നമ്മെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ, പാപത്തിനുള്ള വേദനമായ, പാപത്തിനുള്ള ശിക്ഷയായ മരണശിക്ഷയിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം. ഇതിനെയാണ് രക്തച്ചൊരിച്ചിൽ കൂടാതെ പാവമോചനമില്ല എന്ന് പറയുന്നത്. പകരം ഒരു ജീവൻ കൊടുക്കാതെ നമുക്ക് അർഹതപ്പെട്ട മരണശിക്ഷയിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താൻ കഴിയില്ല. നമ്മുടെ അക്രമത്തിന്റെ ഇരകളോട് അനീതി ചെയ്യാതെ നമ്മെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ, പകരം രക്തം കൊടുക്കണം. നിങ്ങൾ ജീവന് പകരമായി നിങ്ങൾ എന്ത് കൊടുക്കും? കർത്താവ് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു, മിക്കവാറും എല്ലാ മതങ്ങളും. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാവമോചനമില്ല. ഹിന്ദുമതം, ഇസ്ലാം, യഹൂദമതം, ഇവിടെയൊക്കെ മൃഗബലികളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഹജ്ജിന് പോകുമ്പോൾ ഏറ്റവും അവസാനത്തത് മൃഗബലിയാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ മൃഗബലികളുണ്ട്, യഹൂദന്മാരുടെ ഇടയിൽ മൃഗബലികളുണ്ട്. അതായത് ഒരു മൃഗത്തിൻ്റെ രക്തമാണ് പകരമായിട്ട് കൊടുക്കണേ. അവരുടെ ആശയമൊക്കെ ഗംഭീരമാണ്, പക്ഷേ കൊടുക്കുന്നത് അപര്യാപ്തമാണ്. ഐഡിയ ഈസ് ഗുഡ്, ബട്ട് വാട്ട് ഈസ് ഓഫേർഡ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. ഏതെങ്കിലും മൃഗം മനുഷ്യൻ്റെ അന്തസ്സിനോട് തുല്യതയുള്ളതുണ്ടോ? ഇല്ല, ഒരു മൃഗത്തിനും ഇല്ല. ഏതെങ്കിലും മൃഗത്തിന് ആത്മാവുണ്ടോ? ഇല്ല. അതിനേക്കാളേറെ ഏതെങ്കിലും മൃഗം പാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമില്ല. അതായത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഉള്ള ഏക ജീവിയാണ്, ഏക മൃഗമാണ് മനുഷ്യൻ. മറ്റൊരു മൃഗത്തിനും ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമില്ല. അത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഒരു മൃഗത്തിനുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവന് പകരമായിട്ട് മൃഗരക്തം കൊടുത്താൽ, മൃഗജീവൻ കൊടുത്താൽ ശരിയാകില്ല. അതിനേക്കാളേറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ് പാപം ചെയ്തത്. അപ്പോൾ പകരം കൊടുക്കേണ്ട രക്തം മനുഷ്യൻ്റെതാണ്. മൃഗത്തിന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? മൃഗം പാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ മാത്രമാണ് പാപം ചെയ്യുന്നത്. അതുകൊണ്ട് പകരം കൊടുക്കുന്ന ജീവൻ മനുഷ്യജീവനായിരിക്കണം. ഇതുകൊണ്ടാണ് പണ്ട് കാലത്ത് മൃഗബലി കൂടാതെ നരബലികളുണ്ടായിരുന്നു. ബൈബിളിൽ തന്നെ പല സംഭവങ്ങളുണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഈ ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏക മകൻ ഇസഹാക്ക്, അവനെ കൊണ്ടുപോയി കൊല്ലുക. ആരാ പറഞ്ഞത്? ദൈവത്തിന് അങ്ങനെ പറയാൻ കഴിയുമോ? ഹീബ്രു അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. ഏൽ എന്നാണ് പറയുന്നത്. ദൈവത്തിലുള്ള ഏൽ എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. അത് പുറജാതിക്കാരുടെ ദേവന്മാർക്കും ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഏല്. ഈ ഏകസത്യദൈവമായ യാഹ്വേ അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പ് പുറജാതി ദേവന്മാരെ ആരാധിച്ചിരുന്നു അബ്രഹാമിന്റെ കുടുംബവും എന്ന് ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 1-2 വാക്യങ്ങളിലുണ്ട്. കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് അബ്രഹാമിന്റെ കുടുംബം പുറജാതി ദേവന്മാരെ സേവിച്ചിരുന്നു, ശുശ്രൂഷിച്ചിരുന്നു. കർത്താവ് വിളിച്ചെങ്കിലും ഈ പുറജാതി വേര് അതിപ്പോഴും കിടപ്പുണ്ട്. ആ പുറജാതി സങ്കല്പം അനുസരിച്ച് ഏൽ എന്ന് പറഞ്ഞ ദൈവം നരബലി ആഗ്രഹിക്കുന്നു, മൃഗബലി പോരാ നരബലി ആഗ്രഹിക്കുന്നുവെന്ന് കരുതിയിട്ടാണ് അബ്രഹാം മലമുകളിലേക്ക് മകനെയും കൊണ്ട് പോകുന്നത്. ദേവന്മാർ നരബലി ആഗ്രഹിക്കുന്നെന്ന് അബ്രഹാം തുടക്കത്തിൽ വിചാരിച്ചു. അങ്ങനെ പോകുകയാണ്. അബ്രഹാം മുമ്പിൽ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നു, പുറകിൽ വിറകുമായിട്ട് 12 വയസ്സുള്ള ഇസഹാക്ക്. 3-ാം ദിവസം ഇസഹാക്ക് അപ്പനെ വിളിച്ചു, അപ്പാ. അപ്പം അപ്പനിങ്ങനെ വടിയിൽ ഊന്നി ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട്, മോനെ, എന്താ മോനെ? അപ്പം കേൾക്കുന്നുണ്ട്, പറയൂ. അപ്പം ഇസഹാക്ക് പറഞ്ഞു, നമ്മളെല്ലാം എടുത്തു, കത്തിയെടുത്തു, വിറകെടുത്തു, തീയെടുത്തു, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എവിടെയാ? ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അബ്രഹാമിന് മനസ്സിലായി, ഈ ഇസഹാക്കാണ് അബ്രഹാമിൻ്റെ മനസ്സിലെ കുഞ്ഞാട്. തൻ്റെ മകനാണ്, സ്നേഹിക്കുന്ന മകനാണ്, പ്രിയപ്പെട്ട മകനാണ്. ആ മകൻ്റെ ചോദ്യം കേട്ട് അപ്പൻ്റെ കണ്ണിൽ കണ്ണീര് വന്നു. ആ കണ്ണീര് മകനിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി മുഖം ഇങ്ങനെ തിരിച്ചിട്ട് ഹീബ്രുവിൽ അബ്രഹാം പറഞ്ഞു, യാഹ്വേ ഈരേ, കർത്താവ് തരും മകനെ. പൂർണ്ണമായിട്ട് വചനം പറഞ്ഞാൽ ബലിക്കുള്ള കുഞ്ഞാടിനെ
കർത്താവ് തന്നെ തരും. The Lord himself will provide the lamb for the sacrifice. The Lord himself, കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടിനെ തരും. ഇങ്ങനെ മാത്രമല്ല അത് തർജ്ജമ ചെയ്യാൻ പറ്റുക, അത് മറ്റൊരു തരത്തിൽ തർജ്ജമ ചെയ്യാം. തർജ്ജമ വളരെ സൂക്ഷ്മമാണ്, നിങ്ങൾ സൂക്ഷ്മമായി കേട്ടാൽ ഉത്തരം കിട്ടും. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടായി തരും. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടിനെ തരും. അങ്ങനെ തർജ്ജമ ചെയ്യാം. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടായി തരും. വ്യത്യാസം മനസ്സിലായോ? The Lord will provide the lamb himself for the sacrifice. ഞാൻ ഒന്നുകൂടി പറയാം. The Lord will provide the lamb himself for the sacrifice. ബലിക്കുള്ള കുഞ്ഞാടായി കർത്താവ് തന്നെ തരും. ബലിക്കുള്ള കുഞ്ഞാടായി കർത്താവ് തന്നെ തരും. ദൈവം തന്നെ ബലിക്കുള്ള കുഞ്ഞാടായി, ദിവ്യ കുഞ്ഞാടായി, ദൈവത്തിന്റെ കുഞ്ഞാടായി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അബ്രഹാമിന് അന്നത് കൃത്യമായി മനസ്സിലായില്ല. അതുകൊണ്ട് മലയിലെത്തി ഇസഹാക്കിനെ കൊല്ലാനായിട്ട് കത്തിയെടുത്തു. അപ്പോൾ കർത്താവായ യാഹ്വേ തന്റെ മാലാഖയെ വിട്ട് അബ്രഹാമിന് പറഞ്ഞു, കുട്ടിയെ തൊട്ടു പോകരുത്. ആരാണ്? യാഹ്വേ, കർത്താവായ യാഹ്വേ. ആരാണ് കുഞ്ഞിന് ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടത്? ഏൽ എന്ന് പറഞ്ഞ വിജാതീയ ദൈവം, ആ സങ്കല്പമാണ്. പക്ഷേ സത്യദൈവമായ യാഹ്വേ നരബലി നിരോധിച്ചു. കുഞ്ഞിനെ തൊട്ടു പോകരുത്, കുട്ടിയെ തൊട്ടു പോകരുത്. ബലിക്കുള്ള കുഞ്ഞാടായി കർത്താവ് തന്നെ വരും. കർത്താവ് തന്നെ തരും. പക്ഷെ അത് അന്ന് അബ്രഹാം മനസ്സിലാകാത്തത് കൊണ്ട് തന്റെ മാലാഖിയെ അയച്ച് അബ്രഹാമിനെ സ്റ്റോപ്പ് ചെയ്യിച്ചു, കുഞ്ഞിനെ തൊട്ടു പോകരുത്. ഇവിടെയാണ് ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം ആരംഭിക്കുന്നത്. അതായത് അബ്രഹാം യഥാർത്ഥ ദൈവത്തെ, യാഹ്വേ എന്ന ദൈവത്തെ, ഏകസത്യ ദൈവമായി യാഹ്വയെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഈ മാലാഖ അബ്രഹാമിനെ തടയുമ്പോഴാണ്. അതുവരെ വിജാതീയ സങ്കല്പങ്ങളും അബ്രഹാമിൽ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് അബ്രഹാമിന്റെ വിജാതീയ ചിന്തകളൊക്കെ മാറിപ്പോകുന്നത്. നരബലി ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? പകരം കൊടുക്കുന്ന ജീവൻ മനുഷ്യന്റെ ജീവൻ ആയിരിക്കണം. പക്ഷേ എല്ലാ മനുഷ്യരും പാപികളാണ്. പാപിയുടെ ജീവൻ കൊടുത്തിട്ട് പാപിയെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എങ്ങനെ കഴിയും? കഴിയില്ല. വൺ ഹു ഹാസ് സിൻ കനോട്ട് ടേക്ക് അവേ അതേഴ്സ് സിൻ. പാപമുള്ള ഒരാൾക്ക് മറ്റൊരാൾ പാപം ഏറ്റെടുക്കാൻ കഴിയില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. എല്ലാ പാപവും സത്യത്തിനും നീതിക്കും എതിരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരായ പാപം ദൈവത്തിനെ ക്ഷമിക്കാൻ കഴിയൂ. ഫരിസയർ പറഞ്ഞില്ലേ, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ കഴിയുക? ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയൂ. അതായത് പകരം കൊടുക്കുന്ന രക്തം മനുഷ്യന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ പ്രാപ്തിയുള്ളതായിരിക്കണം. അത് മനുഷ്യ രക്തത്തിന് കഴിയോ? ഇല്ല, ദൈവരക്തത്തിനെ കഴിയൂ. അപ്പൊ നമുക്ക് ചില വ്യവസ്ഥകൾ ഉണ്ടാകുകയാണ് പാപമോചനത്തിന്. ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല. രക്തച്ചൊരിച്ചിൽ വേണം. അതായത് ഇരകളോട് അനീതി ചെയ്യാതെ അക്രമികളെ മരണച്ചെട്ടിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം, പകരം രക്തം കൊടുക്കണം. രക്തം എന്ന് പറഞ്ഞ ജീവൻ. അത് മറ്റ് മതങ്ങൾ വിചാരിക്കുന്നത് പോലെ, ഹിന്ദു മതവും ഇസ്ലാമും യഹൂദ മതവും വിചാരിക്കുന്ന പോലെ മൃഗരക്തം പറ്റില്ല. അത് മനുഷ്യരക്തം തന്നെ ആയിരിക്കണം. കാരണം മനുഷ്യൻ മാത്രമാണ് പാപം ചെയ്യുന്നത്. ഡാമേജ് റിപ്പയർ ചെയ്യുന്നതും മനുഷ്യൻ തന്നെ ആയിരിക്കണം. എന്നാൽ എല്ലാ മനുഷ്യരും പാപികളായതുകൊണ്ടും മനുഷ്യരക്തത്തിന് മറ്റു മനുഷ്യരുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ടും അത് ദൈവരക്തമായിരിക്കണം. ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ പറ്റൂ. അപ്പം നമുക്ക് നോക്കാം, രക്തച്ചൊരിച്ചിൽ വേണം. അത് മൃഗത്തിൻ്റെ പറ്റില്ല, മനുഷ്യൻ്റെ ആയിരിക്കണം, ദൈവത്തിൻ്റെതായിരിക്കണം. ചുരുക്കത്തിൽ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ രക്തം പകരം കൊടുത്താലേ നമ്മുടെ അക്രമത്തിൻ്റെ ഇരകളോട് അനീതി ചെയ്യാതെ നമ്മെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരേ ഒരാളേ ഉള്ളൂ. അതാരാണ്? ഈശോ മിശിഹ. ഒരേ ഒരാളേ ഉള്ളൂ, ഈശോ മിശിഹ. ഇതുകൊണ്ടാണ് ഈ മനുഷ്യാവതാരത്തിന് മുമ്പ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സംഭാഷണം ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ബലികളിലും കാഴ്ചകളിലും അങ്ങ് സംപ്രീതനായില്ല. അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി. ഇത് പുസ്തകത്തിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ബലികളിലും കാഴ്ചകളിലും, അതായത് മൃഗബലികളിലും നരബലികളിലും അങ്ങ് സംപ്രീതനായില്ല. അങ്ങേക്ക് വേണ്ടത് എന്താണ്? അങ്ങൊരു ശരീരം സജ്ജമാക്കി. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവൻ, അവൻ ഞാനായിട്ട് ഞാൻ വരികയാണ്. അങ്ങനെ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായി, ദൈവം മനുഷ്യനായി പാപമില്ലാത്തവനായി വന്നു. അതാണ് ഈശോ മിശിഹ.
ഇതുകൊണ്ടാണ് ഈശോ മിശിഹായിൽ അല്ലാതെ മറ്റൊരു രക്ഷകനിലും രക്ഷയില്ല എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്രിസ്ത്യാനികൾ അഹങ്കാരമൊന്നുമല്ല. ഈ മറ്റുള്ളവർ പറയുന്നത് പേട്രണൈസിങ് ടെൻഡൻസി, മറ്റു മതങ്ങളൊക്കെ മോശമാണെന്നും ക്രിസ്തു മതം മാത്രമേ ശരിക്കുള്ളൂ എന്നും പറയുന്നത്. നമ്മളത് മറ്റു മതങ്ങൾ മോശമാണ് എന്നല്ല പറയുന്നത്, മറ്റു മതങ്ങൾ താഴെയാണെന്നല്ല പറയുന്നത്. ക്രിസ്തുമതം യുണീക്കാണ്, അതുല്യമാണ്. എല്ലാ മതങ്ങളും ഒന്നാണെന്നും പറയരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവന്റെ രക്തം പകരം കൊടുത്താൽ മാത്രമേ നമ്മുടെ അക്രമത്തിന്റെ ഇരകളോട് അനീതി ചെയ്യാതെ നമ്മളെ മരണശിക്ഷയിൽ മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയുമായിരുന്നുള്ളൂ. ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഈശോ ചെയ്തത്? ഈ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ എഫ്രായിമിനെ ശിക്ഷിക്കും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. മൈ ഹാർട്ട് ഈസ് ബ്ലോക്കിംഗ് മീ. ഞാൻ 2 സംഭവങ്ങൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ദൈവം പറയാണ്, എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. ഈ വാചകം ദേവുസ് കാരിത്താസ് എന്ന് പറഞ്ഞ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാം. 2 സംഭവങ്ങൾ പറയാം. ഒന്നാമത്തെ സംഭവം, ഇത് മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെ വിലക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ മോശയുടെ ഉദാഹരണമാണ് ഏറ്റവും നല്ലത് ഉദാഹരണം. മോശെ ദൈവപ്രമാണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മലമുകളിലേക്ക് പോയി. 40 ദിനരാത്രങ്ങൾ അവിടെ ഉപവസിച്ചു. അതായത് ദൈവം വചനം പറഞ്ഞു കൊടുക്കുന്നു, മോശെ അത് പാറയിൽ കൊത്തിയുണ്ടാക്കുന്നു. ആ 40 ദിവസം അവൻ ഭക്ഷണം കഴിച്ചില്ല, ഭൗതിക ഭക്ഷണം കഴിച്ചില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ വചനമാണ് അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിനെയാണ് നോമ്പ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഭൗതികമായ ആഹാരം വളരെ കുറച്ച് മതി. ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുമ്പോൾ ഭൗതികമായ ആഹാരം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ 40 ദിവസം അവിടെ മലമുകളിൽ, ഈ 40 ദിവസം മലമുകളിൽ മോശയായിരിക്കുമ്പോൾ താഴ്വാരത്തിൽ എന്താ ഉണ്ടായത്? ജനങ്ങൾ മഹാപുരോഹിതനായ അഹരോനോട് പറഞ്ഞു, ഈ ദൈവം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണെന്നും അറിയില്ല. ഈ മോശ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു, ഇപ്പം അയാളും കാണാനില്ല. ദൈവമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഞങ്ങൾക്കായി ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. യു ക്രിയേറ്റ് എ ഗോഡ് ഫോർ അസ്. എന്തൊരു വാക്കാന്ന് നോക്കിയത്? ദൈവമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അതിനാൽ നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. നമുക്ക് കളിപ്പാട്ടമായി കൊണ്ട് നടക്കാൻ ഒരു വിഗ്രഹം അതുണ്ടാക്കി തായോ. ഇതല്ലേ ഇപ്പം യൂറോപ്പിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കാരണഭൂതൻ ആരാണ്? ഒരു മനുഷ്യനായ മുഖ്യമന്ത്രി, കാരണഭൂതൻ. ഒരു ദൈവവിഗ്രഹമായി മാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് അച്യുതാനന്ദനെ മാറ്റി നിർത്തിയത്, പി ജയരാജനെ മാറ്റി നിർത്തിയത്. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയാണ്. വിഗ്രഹമില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഒരാൾക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പറ്റില്ല. അപ്പോൾ ഒരു മനുഷ്യ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ബംഗാളിൽ അത് പോയത്. ഇപ്പം അത് ഇവിടെയും കേരളത്തിലും കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. ദൈവം തോന്നിപ്പിക്കാന്ന് വേണമെങ്കിൽ പറയാം. സംഗീതമാണ് വിഗ്രഹമായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ പേര് ഹെൽത്ത്, ആരോഗ്യം ഇല്ലേ, 8 ലിറ്റർ വെള്ളം കുടിക്കുക, 6 ലിറ്റർ വെള്ളം കുടിക്കുക, രാവിലെ നടക്കാൻ പോകുക, വൈകിട്ട് നടക്കാൻ പോകുക, പിന്നെ ഇൻഫ്ലുവൻസറായിട്ട് ഈ ജിമ്മിൽ പോയി കാണിക്കുക. അങ്ങനെ കാണിച്ച് 30-ാമത്തെ വയസ്സിൽ കുഴഞ്ഞു വീണ് മരിക്കുക. ഹെൽത്താണ് ദൈവം. ചിലർക്ക് സൗന്ദര്യമാണ് ദൈവം, ചിലർക്ക് പണമാണ് ദൈവം. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായാലത്തെ ഗുണം എന്താണ്? നമുക്ക് കൈകാര്യം ചെയ്യാം. നീ ദേവാലയ മുകളിൽ ചാടുക, നീ ദൈവപുത്രൻ ഞങ്ങൾ വിശ്വസിക്കാം. നമ്മൾ കൽപ്പന കൊടുക്കും, ദൈവം അനുസരിക്കണം. നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, അപ്പം ഞാൻ വിശ്വസിക്കാം. നമ്മൾ കൽപ്പന കൊടുക്കും, ദൈവം അനുസരിക്കണം. ദൈവം നമ്മുടെ ഒരു പാവ. അപ്പം നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു പാവ, ഒരു വിഗ്രഹമായിട്ട് ദൈവത്തെ, അതാണ് മനുഷ്യർക്ക് വേണ്ടത്. സത്യദൈവം പിതാവാണ്. അതുകൊണ്ട് തന്നെ അച്ചടക്കം പഠിപ്പിക്കുന്നവനാണ്. അത് നമുക്കിഷ്ടമില്ല. അച്ചടക്കം, ശിക്ഷണം, അത് നമുക്കിഷ്ടമില്ല. സ്നേഹത്തിൻ്റെ ഭാഗമാണ് അച്ചടക്കം, സ്നേഹത്തിൻ്റെ ഭാഗമാണ് ശിക്ഷണം. അത് നടപ്പാക്കാൻ, അങ്ങനെയുള്ള ദൈവത്തെ നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് വേണ്ടത്, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പാവ, ഒരു ക്രിയേറ്റ് എ ഗോഡ് ഫോർ അസ്. അവരെ തിരുത്തേണ്ടതിന് പകരം മഹാപുരോഹിതൻ ഒരു വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു. ഇത് തന്നെയാണ് നമ്മുടെ പല പള്ളികളിലും നടക്കുന്നത്. ജനത്തെ തിരുത്തേണ്ടതിന് പകരം അവർ പറഞ്ഞ വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ തുള്ളിച്ചാടാനും സംഗീതം ആലപിക്കാനൊക്കെ തുടങ്ങി. മുകളിലെ ശബ്ദം കേട്ടു, എത്തി. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുക, ദൈവത്തിൻ്റെ ദേഷ്യം, ദൈവത്തിൻ്റെ കോപം. ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇഷ്ടക്കുറവാണ്, ഇടർച്ചയാണ്, ഉതപ്പാണ്. ദൈവം കോപിക്കേ,
ദൈവം സ്നേഹനിധിയല്ലേ? അത് പഴയ നിയമത്തിലെ ദൈവമാണ്. പുതിയ നിയമത്തിൽ ദൈവം കോപിക്കില്ലെന്ന. ചാട്ടവാറെടുത്ത കാര്യവും ഈശോമിശിഹ ശക്തമായിട്ട് തെറി പോലെ സംസാരിച്ച കാര്യമൊന്നും അവരുടെ ബൈബിളിൽ കാണാത്ത പോലെയാണത്. ഇതെല്ലാം കോപിക്കുന്ന ദൈവം പഴയ നിയമത്തിൽ മാത്രം അത്രേ. അല്ല ചാട്ടവാറെടുത്ത ദൈവം പുതിയ നിയമത്തിലാണ്. കണിശക്കാരനാണ് അവൻ. എന്താ കാരണം? ദൈവത്തിൻ്റെ കോപം അത് വളരെ പ്രധാനപ്പെട്ടതാ. ഇതൊന്ന് പരിഗണിക്കൂ. നമ്മൾ പാപം ചെയ്യുന്നു, നമ്മുടെ തിന്മ കാണുമ്പോൾ ദൈവം കോപിക്കുന്നില്ല എന്ന് കരുതുക. അതിനെന്താ അർത്ഥം? നമ്മൾ എങ്ങനെ ജീവിച്ചാലും ദൈവത്തിന് ഒരു പ്രശ്നമില്ല, ഡിസിൻട്രസ്റ്റഡ്, നമ്മുടെ കാര്യത്തിൽ അവൻ താല്പര്യമില്ല എന്ന് വരും. അല്ലെങ്കിൽ അവൻ പാപത്തിൻ്റെ പക്ഷത്താണെന്ന് വരും. അപ്പോൾ ദൈവം സാധാരണ പിന്നെ എന്താ അന്തരം? അപ്പം നമ്മുടെ തിന്മ കാണുമ്പോൾ, നമ്മുടെ പാപം കാണുമ്പോൾ ദൈവം കോപിക്കണം. അത് അവൻ്റെ പരിശുദ്ധിയുടെ പ്രകാശനമാണ്, പരിശുദ്ധിയുടെ പ്രകാശനം. അങ്ങനെ ദൈവം കോപിച്ച ദൈവം മോശയോട് പറയാണ്, നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറൂ. എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞത്? ദൈവത്തിൻ്റെ കോപം അവൻ്റെ വായിൽ നിന്ന് അഗ്നിയായിട്ട് വന്നപ്പോൾ മോശ ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ അവനെ ബ്ലോക്ക് ചെയ്തു. ഈ ദൈവത്തിൻ്റെ കോപം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് അവൻ്റെ പരിശുദ്ധിയുടെ പ്രകാശനമാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് എല്ലാ തിന്മയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണ് ദൈവം, അതാണ് അവൻ്റെ പരിശുദ്ധി. എല്ലാ തിന്മയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണ് ദൈവം, അതാണ് അവൻ്റെ പരിശുദ്ധി. ആ പരിശുദ്ധി വെളിപ്പെടുന്നത് അവൻ്റെ കോപത്തിലൂടെയാണ്. പക്ഷേ ആ കോപം മനുഷ്യരിലേക്ക് എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികളെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവനാണ്. ഇവിടെ രണ്ട് കക്ഷികൾ ആരാണ്? ദൈവവും ജനങ്ങളും. ജനങ്ങളുടെ താല്പര്യം എന്താണ്? പാപമോചനം, കാരുണ്യം. ദൈവത്തിൻ്റെ താല്പര്യം എന്താണ്? അവൻ്റെ പരിശുദ്ധി അവൻ്റെ കോപത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെടണം. ഇത് രണ്ടും സംരക്ഷിക്കാനാണ്, രണ്ട് കക്ഷികളും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മധ്യസ്ഥൻ. അപ്പോൾ മോശ ഇതിങ്ങനെ ദൈവത്തിൻ്റെ കോപത്തെ തടയുകയാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന, അപ്പോൾ ദൈവത്തിനെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ മുമ്പിൽ നിന്ന് മാറൂ. മോശ മാറിയില്ല. മാറരുതെന്ന് തന്നെ ദൈവത്തിൻ്റെ ആഗ്രഹം. മോശ മാറാതെ ദൈവവുമായിട്ട് ഇങ്ങനെ പേശാൻ തുടങ്ങി, ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. നീ എന്താ ഈ കാട്ടിക്കൂട്ടണേ? ഈജിപ്തുകാരെന്ത് പറയും നിന്നെക്കുറിച്ച്? നീ ദുർബലനായ ദൈവം എന്ന് പറയും. ഈജിപ്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ പറ്റി, പക്ഷേ വാഗ്ദാനത്തടുത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല. ദുർബലനായ ദൈവമാണ് യാഹ്വേ എന്ന് പറയും. അല്ലെങ്കിൽ ഈജിപ്തുകാരെ പറയും, നിനക്ക് ദുരുദ്ദേശമുണ്ടായിരുന്നു, ഈജിപ്തിൽ കൊല്ലുന്നതിന് പകരം ഈ മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നെന്ന് പറയും. നീ ജനങ്ങൾ പാപം ആണോ നോക്കേണ്ടത്? നീ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്കോട്ട് ഉടമ്പടി ഓർക്കൂ, അബ്രഹാമിന്, ഇസഹാക്കിന്, യാക്കോബിന്. അങ്ങനെ ദൈവത്തിൻ്റെ കോപം ഇങ്ങനെ സബ്സൈഡ് ചെയ്യാണ്, ശമിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കോപം ശമിച്ചു കഴിഞ്ഞപ്പോൾ മോശെ താഴ്വാരത്തിൽ ചെന്നു. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, വലിയ കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്തത്. ഒന്നാം പ്രമാണത്തിനെതിരെയുള്ള പാപം വലിയ കുറ്റകൃത്യമാണ് ചെയ്തത്. എങ്കിലും ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒന്നുകൂടി പോയി നിൽക്കാം, ഒരു പക്ഷേ പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. പിന്നെ മോശ വീണ്ടും മലമുകളിലേക്ക് പോവുകയാണ്. ദൈവത്തിന് മുമ്പിൽ ചെന്നിട്ട് പറയാണ്, പുറപ്പാട് പുസ്തകം 32 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറപ്പാട് 33 അധ്യായത്തിലുണ്ട് കേട്ടോ. എന്നിട്ട് മോശ ദൈവത്തോട് ശക്തമായ ഭാഷയിലാണ് പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ പാപം നീ മായ്ച്ചു കളയുക, ഇല്ലെങ്കിൽ നീ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ എൻ്റെ പേര് മായ്ച്ചു കളയുക. എന്തൊരു ശക്തമായ പ്രാർത്ഥനയാണത്. ബ്ലോട്ട് ഔട്ട് ദ സിൻസ് ഓഫ് മൈ പീപ്പിൾ, ഇഫ് നോട്ട് ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ദാറ്റ് യു ഹാവ് റിട്ടൺ. എൻ്റെ ജനത്തിൻ്റെ പാപം നീ മായ്ച്ചു കളയുക, ഇല്ലെങ്കിൽ എൻ്റെ പേര് മായ്ച്ചു കളയുക. ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് വേണ്ട. എൻ്റെ ജനമില്ലാത്തൊരു സ്ഥലത്ത് വരാൻ പോകാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ജനത്തിൻ്റെ പാപം നീ മായ്ച്ചു കളയുക, ഇല്ലെങ്കിൽ എൻ്റെ പേര് മായ്ച്ചു കളയുക. ഓരോ പ്രാവശ്യവും ഇസ്രായേൽക്കാർ പാപം ചെയ്യുമ്പോഴും മോശ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഓരോ പ്രാവശ്യവും ദൈവം പ്രാർത്ഥന കേൾക്കും. എന്നിട്ട് ഇസ്രായേലിൻ്റെ പാപമെടുത്ത് മോശയുടെ തലയിലിടും. അങ്ങനെ മോശ ഒരു പാപക്കൂമ്പാരമായി. അങ്ങനെ വാഗ്ദാന ദേശത്ത്, വിശുദ്ധ നാട്ടിൽ പ്രവേശിക്കാൻ പറ്റാതെ നദിയുടെ അക്കരെ വെച്ച് അവൻ മരിക്കുകയാണ്. ജനങ്ങളുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് മോശെ വിശുദ്ധ നാടിന് പുറത്ത് വെച്ച് മരിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ പറയുകയാണ്, ഈശോ മിശിഹ മരിച്ചത് വിശുദ്ധ നഗരത്തിന് പുറത്താണ്. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് മോശെ വിശുദ്ധ നാടിന് പുറത്ത് മരിച്ചതുപോലെ മനുഷ്യവംശത്തിന്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ഈശോ മിശിഹ വിശുദ്ധ നഗരത്തിന് പുറത്ത് വെച്ചാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രം, ഈശോയെ മനസ്സിലാക്കാൻ ഒന്നാമത്തെ ചിത്രം ഈ മോശയുടെ മധ്യസ്ഥമാണ്. രണ്ടാമത്തെ ചിത്രം
ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അപ്പോൾ ഈ ഹോഷയ്യ പ്രവാചകൻ്റെ വചനം നമുക്ക് മനസ്സിലാകും. എൻ്റെ അപ്പൻ എന്നെ ഒരിക്കലേ തല്ലിയിട്ടുള്ളൂ. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ്. അതായത് ഞങ്ങളുടെ വീട്ടിലൊരു ഒരു ഒരു ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് സന്ധ്യയായ സമയത്ത് അപ്പനെ ഇവിടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അവിടെ ഈ പന്തലെല്ലാം വഴിച്ച് കയർ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവിനെ, അളിയനെ കടിച്ചു. അങ്ങനെ കടിച്ചപ്പം അളിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനൊരു വടിയെടുത്ത് ഈ പാമ്പിനെ തല്ലിക്കൊന്നു. സന്ധ്യയായിരുന്നു. വടി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് എറിഞ്ഞു. അപ്പം ഇത് ആശുപത്രിയിൽ നിന്ന് ഏത് പാമ്പാന്ന് അറിയട്ടെ, ആശുപത്രിയിൽ നിന്ന് അപ്പോഴേക്കും വിളക്കെല്ലാം കൊണ്ടുവന്നു. ഇരുട്ടായിരുന്നു. പെട്രോമാക്സെല്ലാം കൊണ്ടുവന്ന് പാമ്പിനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് എങ്ങോട്ട് എറിഞ്ഞെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ അങ്ങോട്ട് എറിഞ്ഞെന്ന് പറഞ്ഞു. അയൽപ്പക്കത്ത് ഒരു ഹിന്ദു വീടാണ്. അവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. പാമ്പിനെ കൊന്ന് അവരുടെ അടുക്കളയിൽ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ബഹളം. ഈ ബഹളം കേട്ടുകൊണ്ടാണ് അപ്പൻ പുറത്തുനിന്ന് എവിടെയോ വരികയാണ്. ഈ ബഹളം കേട്ട് വന്നപ്പോൾ അപ്പൻ എന്നെ അവിടെ നിന്നാണ് തെങ്ങിൻ്റെ അവിടെ ഈ തെങ്ങുമ്പം കെട്ടിയിട്ട് അവിടെ പ്ലാവിൻ്റെ കൊമ്പ് കിടപ്പുണ്ടായിരുന്നു. ആ കൊമ്പ് എടുത്തിട്ട് എന്നെ അടിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ട് അമ്മ ഓടി വരികയാണ്. എന്നിട്ട് അപ്പനും ഞാനും ഇടയിൽ അപ്പൻ എന്നെ തല്ലാണ്. ആ തല്ലിൻ്റെ ഇടയിലേക്ക് അമ്മ അങ്ങ് ചാടി. ഒരടി എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കിയുള്ള അടി മുഴുവൻ അമ്മ കൊണ്ടു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും മോശ ചെയ്തത് എന്താണ്, എൻ്റെ അമ്മ എന്താ ചെയ്തത്. ഇതാണ് ഈശോ മിശിഹാ ചെയ്തതെന്നാണ് ഹോഷയ്യ പ്രവാചകൻ 11:8 പറയുന്നത്. എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. അത് ദേവുസ് കാരിത്താസസ്, ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിഞ്ഞതാണ് കുരിശ്. ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിഞ്ഞതാണ് സ്ലീവ. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവം കോപിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് അവൻ്റെ പരിശുദ്ധിയുടെ പ്രകാശനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം നമ്മൾ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. നമ്മളിങ്ങനെ അടിക്കല്ലേ, നമ്മൾ ശിക്ഷിക്കാനായിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ആ സമയത്ത് പുത്രൻ തമ്പുരാൻ നമ്മുടെ ഇടയിലേക്ക് ചാടി വീഴുന്നു. അടി മുഴുവൻ കിട്ടുന്നത് പുത്രൻ തമ്പുരാന്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തെ തടഞ്ഞു നിർത്തിയതാണ് സ്ലീവ. ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കൈകളെ തടഞ്ഞു നിർത്തിയതാണ് കുരിശ്. ദ ക്രോസ് ഈസ് ഗോഡ്സ് ഹാർട്ട് ബ്ലോക്കിംഗ് ഗോഡ്സ് ഹാൻഡ്. ദ ക്രോസ് ഈസ് ഗോഡ്സ് ഹാർട്ട് ബ്ലോക്കിംഗ് ഗോഡ്സ് ഹാൻഡ്. ദൈവത്തിൻ്റെ കൈകളെ ദൈവത്തിൻ്റെ ഹൃദയം തടഞ്ഞതാണ് സ്ലീവ അഥവാ കുരിശ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും പുത്രൻ തമ്പുരാൻ പിതാവിന് മുമ്പിൽ നിന്നിട്ട് പിതാവിനോട് പറയാണ്, പിതാവേ അവരോട് ക്ഷമിക്കണേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഓരോ കുർബാന ഇതാണ്. ഇതുകൊണ്ടാണ് പിതാവിങ്കലേക്ക് തിരിഞ്ഞു നിൽക്കണമെന്ന് പറയുന്നത്. ഈ കുരിശ് എന്ന് പറയുന്നത് പിതാവിങ്കലേക്ക് തിരിഞ്ഞിട്ടാണ് പുത്രൻ നിൽക്കുന്നത്. അവിടെ പ്രാർത്ഥന എന്താണ്? ജനങ്ങളെ എന്നല്ല പറയുന്നത്, പിതാവേ പിതാവേ അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ, അവരോട് ക്ഷമിക്കണമേ. നമ്മൾ പാപം ചെയ്യുമ്പോഴൊക്കെ കർത്താവ് ചെയ്യുന്നതാണ്, പുത്രൻ തമ്പുരാൻ ചെയ്യുന്നതാണ്. ഓരോ പ്രാവശ്യം പുത്രൻ തമ്പുരാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പാപം എടുത്തിട്ട് അവൻ്റെ മേൽ ഇടുകയാണ്. അവനൊരു പാപ കൂമ്പാരമാകുകയാണ്. 2 കൊരിന്തോസ് 5:21 പാപമില്ലാത്തവനെ പാപമാക്കി. നമുക്ക് വേണ്ടി പാപമില്ലാത്തവനെ പാപമാക്കി. നമ്മുടെ പാപം മുഴുവൻ നമ്മൾ ആഗിരണം ചെയ്തെടുത്തിട്ട് ആവാഹിച്ചെടുത്ത് അവൻ തന്നെ പാപമായി മാറി. 2 കൊരിന്തോസ് 5:21. അപ്പോൾ നമ്മളെ മരണശിക്ഷയിൽ മാറ്റി നിർത്താൻ, നമുക്ക് അർഹതപ്പെട്ട മരണശിക്ഷ മാറ്റി നിർത്താൻ അവൻ്റെ ജീവൻ പകരം കൊടുത്തു. ഇതാണ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയണേ. നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നൊക്കെ പറയേണ്ട അർത്ഥം ഇതാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ബലിയാണത്. ആ ബലിയാണ് ഈ കുർബാന എന്ന് പറയുന്നത്. അവൻ്റെ ബലിയുടെ ആഘോഷമാണിത്. അപ്പോൾ പുത്രൻ തമ്പുരാൻ തൻ്റെ ജീവൻ പകരം കൊടുത്ത് നമ്മെ മാറ്റി നിർത്തി, മരണച്ചീട്ടിൽ നിന്ന് മാറ്റി നിർത്തി. തീർന്നില്ല, അവൻ മരിച്ച് ഉത്ഥാനം ചെയ്തു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്തുകൊണ്ട് അവൻ പുതിയ ജനസിലുള്ള ജീവൻ, അതായത് മരണത്തിൻ്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത പുതിയ ജീവൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒന്നുകൂടി പറയാം, അവൻ മരിച്ചു, അവന് ജീവൻ പകരം കൊടുത്ത് ഇല്ലേ. ഈ പുത്രൻ ചെയ്തത് സോമനസോടെയാണ്. ഈ നല്ല ഇടയനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ കർത്താവ് പറയാണ്, ആരും എൻ്റെ ജീവൻ എന്നിൽ തട്ടിപ്പറിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ്, അത് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയും. അതായത് അവൻ്റെ ജീവൻ പകരം കൊടുത്താലേ നമ്മളെ മരണശിക്ഷ മാറ്റി നിർത്തുമെന്ന് അറിഞ്ഞ ദൈവം പുത്രൻ തമ്പുരാൻ സ്വയമേവ സമർപ്പിക്കുകയാണ്. ഇതാണ് അവൻ്റെ നീതി എന്ന് പറഞ്ഞ അവൻ്റെ കാരുണ്യമാണെന്ന് പറയുന്നത്. അവൻ്റെ നീതി എന്ന് പറഞ്ഞ അവൻ്റെ കാരുണ്യമാണ്. കാരണം അവൻ തന്നെയാണ് കൊടുത്തത്, തൻ്റെ ജീവനാണ് കൊടുത്തത്, നമ്മുടെ ജീവനല്ല. നമ്മിൽ നിന്ന്
അനന്തമായ നീതി അല്ല അവൻ ചോദിച്ചത്. നീതി വേണം, പക്ഷെ ആ നീതിക്ക് പകരം അവൻ നീതി ചെയ്യാനായിട്ട് അവൻ ചെയ്തത് എന്താണ്? തന്നെ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഈശോ പറയാണ്, ആരും എൻ്റെ ജീവൻ തട്ടിപ്പറിച്ചെടുക്കുകയല്ല. അതായത് തൻ്റെ മക്കള് അക്രമികളാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവം തൻ്റെ അക്രമത്തിൻ്റെ സകല പ്രശ്നങ്ങളും തന്നിലേക്ക് തന്നെ ആവാഹിക്കുകയാണ്. ഇതാണ് കുരിശ്. നമ്മളുടെ ഓരോരുത്തരും പാപം എന്തുമാത്രം ഗൗരവമാണെന്ന് കുരിശിൽ നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ പാപമാണ് അവൻ ഈ കുരിശിൽ വഹിക്കുന്ന ആ പീഡാനുഭവം മുഴുവൻ, ദുഃഖവെള്ളി. നമ്മുടെ ഓരോരുത്തരും പാപം എന്തുമാത്രം ഗൗരവമാണെന്ന് കുരിശ് വ്യക്തമാക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പാപമാണ് ഈ കുരിശിൽ കാണുന്നത്. അതായത് അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ്. പക്ഷെ അവൻ സന്മനസ്സോടെയാണ് ചെയ്യുന്നത്. തൻ്റെ മക്കള്, തൻ്റെ ജനം അക്രമികളാണ് തിരിച്ചറിഞ്ഞ പിതാവ് തൻ്റെ പുത്രനെ അയച്ച് ഈ അക്രമത്തിൻ്റെ മട്ട് അവസാന ഇല്ലേ, അക്രമത്തിൻ്റെ കപ്പ് കാസ അവൻ്റെ അവസാന മട്ട് വരെ കുടിക്കുകയാണ്. അതാണ് കുരിശ്. അത് അവൻ സന്മനസ്സോടെയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് അവൻ നീതി, കാരുണ്യമാണ്, സ്നേഹമാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ അവൻ മരിച്ചു ഇല്ലേ. ഞാൻ എൻ്റെ ജീവൻ സ്വയമേവ സമർപ്പിക്കുന്നു, അത് തിരിച്ചെടുക്കാനും എനിക്ക് കഴിയും. അങ്ങനെ തിരിച്ചെടുത്തപ്പോൾ വെറുതെ തിരിച്ചെടുക്കുകയല്ല ചെയ്തത്, അവൻ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തു. ശരീരത്തോടു കൂടെ ഉത്ഥാനം ചെയ്തു. അങ്ങനെ നമുക്ക് ജീവന്റെ അവസാന ഘട്ടം പെട്ടെന്ന് മനസ്സിലാക്കാൻ, സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ, അടുത്ത ഘട്ടം ജീവന്റെ അവസാന ഘട്ടം. ജീവൻ എന്ന് വിളിക്കണമെങ്കിൽ ജീവൻ മരിക്കാതിരിക്കണ്ടേ? മരിക്കുന്ന ജീവൻ ജീവനല്ലല്ലോ. സസ്യജീവൻ മരിച്ചു പോകുന്നു, മൃഗജീവൻ മരിച്ചു പോകുന്നു, മനുഷ്യജീവൻ മരിച്ചു പോകുന്നു. ജീവൻ എന്ന് ശരിക്കും വിളിക്കണമെങ്കിൽ ജീവൻ മരിക്കാതിരിക്കണം. മരണത്തിന്റെ നിയമത്തിന് വിധേയമല്ലാത്ത ജീവൻ, അതാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഈശോ ഉദ്ഘാടനം ചെയ്തത്. അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ആ പുതിയ ജനസല ജീവനിലേക്ക് ഇപ്പോഴേ കാല് വയ്ക്കാം, ചുവട് വയ്ക്കാം. ഈ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ശരീരത്തെ ഉത്ഥാനം ചെയ്ത വേറൊരാളുമില്ല. ശ്രീരാമൻ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തില്ല, ശരീരത്തിൽ ഉത്ഥാനം ചെയ്തില്ല. ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്തില്ല, ശ്രീബുദ്ധൻ ചെയ്തില്ല, മുഹമ്മദ് ഒട്ടുമില്ല. അങ്ങനെ ശരീരത്തോടു കൂടി ഉത്ഥാനം ചെയ്ത ഒരേ ഒരു വ്യക്തി, ഒരേ ഒരാള് ഈശോ മിശിഹയാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് ചുവട് വെക്കണമെങ്കിൽ ഈശോയോട് ബന്ധപ്പെട്ടിരിക്കണം. അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ രീതിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് വിശ്വാസം. എന്തുകൊണ്ടാണ് ദുഃഖവെള്ളി എന്നതിന് ഉത്തരവും ദുഃഖവെള്ളിയിലൂടെ അവൻ നേടിയത് എന്തെന്നുമാണെന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഞാൻ ആവർത്തിക്കുക, ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ഏത് രക്തമാണെന്നും എന്ത് രക്തമാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. തീർന്നില്ല. അങ്ങനെ അവൻ ചെയ്തപ്പോൾ സമൃദ്ധമായ ജീവൻ എന്ന് വിളിക്കുന്ന, നിത്യജീവൻ എന്ന് വിളിക്കുന്ന ജീവൻ അവസാന ഘട്ടം, അതായത് മരണത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത, മരണത്തിനും അഴുകലിനും വിധേയമല്ലാത്ത ജീവൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മരിച്ചവൻ ഉത്ഥാനം ചെയ്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ഈശോ മിശിഹയാണ്. അതുകൊണ്ട് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോഴേ ഉത്ഥാന ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കാം. ഇതുകൊണ്ടാണ് നമ്മൾ കുർബാന എഴുന്നേറ്റ് നിന്ന് ചൊല്ലുന്നത്. ഉത്ഥാനത്തിലേക്ക് ഇപ്പോഴേ ചുവട് വെച്ചവരാണ്. കാരണം എന്താ? കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും മാമോദീസായാലും കുർബാനയാലും ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരാണ് കത്തോലിക്കര്. അതുകൊണ്ട് തന്നെ ആ സാപ്പ്, അതായത് കർത്താവിന്റെ ശരീരം രക്തവും കുടിച്ചിട്ടാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണേ. ഈ ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന പറയില്ലേ, ബഡ് ചെയ്യാന്ന് പറയില്ലേ. നമ്മളിപ്പം ജാതി മരമൊക്കെ ബഡ് ചെയ്യില്ലേ. കർത്താവിന്റെ ഒരു മരത്തിന്റെ ഒരു അല്പം ഛേദിച്ച് വേറൊരു കഷ്ണം വെച്ച് കൂട്ടിക്കെട്ടുന്നു. ഇതുപോലെ കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നമ്മെ എടുത്ത് വെച്ച് ജീവജലത്താലും ജീവരക്തത്താലും അവന്റെ വചനത്താലും കൂട്ടിക്കെട്ടുമ്പോൾ നമ്മൾ അവന്റെ ശാഖയായിട്ട് മാറുന്നു. ആ ശാഖ അവന്റെ തന്നെ ജീവരക്തം ഊറ്റിക്കുടിച്ചാണ് വളരുന്നത്. ഇതാണ് കൂദാശ എന്ന് പറയുന്നത്. ഇത് കത്തോലിക്കർക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിലേക്കാണോ കർത്താവ് പോണേ, ഉദരത്തിലേക്കാണോ? ഹൃദയത്തിലേക്ക് പോയാൽ നമ്മൾ ആശുപത്രി കൊണ്ടുപോണ്ടി വരും. ഉദരത്തിലേക്കാണ് പോണേ. ഉദരത്തിലേക്ക് പോകുന്ന കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മുടെ മാംസത്തിന്റെ മാംസവും ശരീരത്തിന്റെ രക്തത്തിന്റെ രക്തവുമായിട്ട് ഒന്നായിത്തീരുന്നു. നമ്മൾ മറ്റ് അസിമിലേറ്റ് ചെയ്യുന്നു, സ്വാംശീകരിക്കപ്പെടുന്നു. നമ്മുടെ ശരീരം കർത്താവിന് ശരീരമായി മാറുന്നു. നമ്മുടെ ശരീരം കർത്താവായിട്ട് മാറുന്നു, കർത്താവിന് ശരീരമായി മാറുന്നു. ഇത് കത്തോലിക്കർക്ക് മാത്രമുള്ള, അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യത്തിലുള്ളവർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് കത്തോലിക്കരുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യവും അകത്തോലിക്കരുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യവും ഒരുപോലെ അല്ലെന്ന് പറയുന്നത്. നമ്മിലെ കർത്താവിന്റെ സാന്നിധ്യം കൗതാശികമാണ്, മറ്റുള്ളവർക്കത് വെറും ആത്മീയമാണ്. നമ്മിലുള്ള കർത്താവിന്റെ സാന്നിധ്യം കൗതാശികമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ശരീരം, ഇന്നലെ ഞാനതെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാനൊരു സ്റ്റെപ്പ് കൂടി കടത്തി പറഞ്ഞിരുന്നു.
അതായത് സക്രാരിലിരിക്കുന്ന അതേ കർത്താവാണ് നമ്മിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ശരീരത്തിന് ശരീരമായി മാറുന്നത്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന സക്രാരിയാണ്. നമ്മൾ ജീവിക്കുന്ന സക്രാരിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ 10 മാസം കർത്താവ് കിടന്നതുപോലെ ഇപ്പോൾ അവൻ നമ്മിലേക്ക് വരികയാണ്. നമ്മൾ ശരിക്കും മറിയത്തിൻ്റെ മക്കളാ. മറിയത്തിന് കൊടുത്ത ആ ആനുകൂല്യം, ആ ഒരു സവിശേഷ ഭാഗ്യം നമുക്ക് കൂടി നൽകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോഴേ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്ക് ഇപ്പോഴേ ചുവട് വെച്ചിരിക്കുന്നതിനാൽ ഇപ്പോഴേ ഉത്ഥാനത്തിലേക്ക് ചുവട് വെച്ചവരാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കുർബാന ചൊല്ലുന്നത്. നമ്മൾ മരിച്ചു കിടക്കുകയല്ല, എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലേ, കൊല്ലപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്, ആ കുഞ്ഞാടിൻ്റെ ആളുകൾ നമ്മൾ. ക്രിസ്തുവിനോട് കൂടി മരിച്ച് ക്രിസ്തുവിന് ഉയർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്പോഴേ എന്താ രഹസ്യം നോക്കിയാൽ, രഹസ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊന്നുമല്ല. ദൈവം വെളിപ്പെടുത്തുന്നിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് അർത്ഥം. ദൈവത്തിന് നിഗൂഢ പദ്ധതി കുറച്ച് വെളിപ്പെട്ടു. ആ വെളിപാട് തന്നെയാണ് രഹസ്യം എന്ന് പറയുന്നത്. ദുഃഖവെള്ളിയുടെ പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈശോ ഏക രക്ഷകനാണെന്ന് പറയുന്നതിൻ്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് കുരിശ മരണം, എന്തുകൊണ്ട് ഒരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല എന്നതും, ഇനി അവൻ രക്ഷിച്ചപ്പോൾ രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം, അതായത് രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, അതായത് മരണത്തിനും അടികളും വിധേയമല്ലാത്ത ജീവൻ നമുക്ക് നൽകി. ആ ഉത്ഥിതനെയാണ് നമ്മൾ കുർബാനയിലൂടെ മാമോദീസയിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇപ്പോഴേ തിരുവുത്ഥാനത്തിലേക്ക് ചുവട് വെച്ചവരെയാണ് കത്തോലിക്കരെന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ഇതൊരു മഹാഭാഗ്യമാണ്, ആനുകൂല്യമാണ്. പക്ഷെ ഭയങ്കര വലിയ വെല്ലുവിളിയാണ്. മറ്റുള്ളവർ ജീവിച്ചാൽ പോരാ. നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.